രാവിലെ എണീറ്റ പാടെ ഇന്ന് പെട്ടെന്ന് അടുക്കളയിലേക്ക് തന്നെയാണ് ആദ്യം വന്നത്. ഇന്നലെയും അപ്പത്തിന് അരച്ച് വെച്ച മാവ് പൊങ്ങിയോ എന്നുള്ള ടെൻഷനായിരുന്നു രാത്രി കിടന്നപ്പം മുതലേ ലേറ്റായിട്ട് മാവ് അരച്ചത് കൊണ്ട് അത് പൊങ്ങി വരുമോ എന്നുള്ള പേടിയായിരുന്നു. വേറെ ഒന്നുമല്ല, മോൻ വരുന്ന ദിവസമായതുകൊണ്ടായിരുന്നേ ഇത്രയും ഉൾക്കണ്ട. വന്നപ്പോൾ എന്തായാലും മാവ് ചതിച്ചില്ല, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പൊങ്ങി വന്ന മാവിനെ ഇങ്ങനെ തോണ്ടിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് മാവ് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചായ അങ്ങ് അടപ്പേ വെച്ചേ. ഇവിടെ നിച്ചുകുട്ടൻ മാത്രമേ പാൽ ചായ കുടിക്കത്തുള്ളൂ, ഞങ്ങൾക്ക് കട്ടൻ ചായയാണ്. ബീഫ് കറി ഇന്നലെ രാത്രിയിലേ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ചൂടാക്കി വെച്ച്. ഈ ബീഫ് കറിയുടെയൊക്കെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ കണ്ട അപ്പത്തിൻ്റെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ തൂത്ത് മാവൊക്കെ കോരി അങ്ങോട്ടൊഴിച്ച് നമ്മൾ തലേന്ന് ആട്ടി വെക്കുന്ന മാവൊക്കെ ഇങ്ങനെ പൊങ്ങി നല്ല വൃത്തിക്ക് വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമല്ലേ. പിന്നെ എന്നെ പോലെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവർ ഉണ്ടോ എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നടപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, അപ്പവും ബീഫ് കറിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടേ? ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ ബൈ, സീ യു.